യോധ സിനിമയിലെ കുട്ടിമാമൻ്റെ ഡോൾമമ്മയെ ഓർമ്മയുണ്ടോ? അവരുടെ നാട്ടിലെ ഒരു റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഗോർഖ ചട്നി. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. അങ്ങ് വടക്ക് കിഴക്കനാണെങ്കിലും നമ്മുടെ നാട്ടിലെ രുചിയോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു രുചിയാണിത്. നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും അതിനപ്പുറത്തേക്കുള്ള രാജ്യങ്ങളും തണുപ്പ് ഏറിയ ഒരു സ്ഥലമാണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതിൻ്റെ ചില പ്രത്യേകതകൾ അവിടുത്തെ ഫുഡിനും ഉണ്ട്. പക്ഷേ ഈ ഒരു റെസിപ്പി നമുക്കൊക്കെ രുചിച്ചാലും ഇത് നമ്മുടെ സ്വന്തം പോലെ ഉണ്ട് എന്ന് തോന്നുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം ഇൻഗ്രീഡിയൻസ് നോക്കാം. ഉരുളക്കിഴങ്ങ് ഒരു 200 ഗ്രാം തോലോടുകൂടി പുഴുങ്ങി മുറിച്ചെടുത്തതാണ് ഇത്. അധികം ഉടഞ്ഞു പോകാൻ പാടില്ല, ഏകദേശം ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അതിന് തോലോടുകൂടി പുഴുങ്ങുന്നത് അത് ഉടഞ്ഞു പോവാതിരിക്കാനാണ്. മുറിക്കുന്നതിന് മുന്നേ തോല് മാറ്റിക്കളഞ്ഞാൽ മതി. അടുത്തത് പട്ടാണിക്കടലയാണ്. അതൊരു 4 മുതൽ 6 മണിക്കൂർ വരെ കുതിർത്ത് ഉടയാതെ പുഴുങ്ങി, ഉപ്പ് ചേർത്ത് ഉടയാതെ പുഴുങ്ങി എടുത്തതാണ് ഇത്. ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ഉപ്പ് ചേർത്തിട്ട് വേണം പുഴുങ്ങിയെടുക്കാൻ. അത് ഏകദേശം 150 ഗ്രാം എടുത്തിട്ടുണ്ട്. അടുത്തത് മറ്റൊരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് എള്ള്. നമ്മളൊക്കെ ഇവിടെ സാധാരണ ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ ഈ ഒരു ഡിഷിൽ എള്ള് ഉപയോഗിക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 3 ടേബിൾ സ്പൂൺ എള്ളാണ്. തണുപ്പുള്ള സ്ഥലത്തുള്ളവർക്ക് ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് എള്ള്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അടുത്തത് നമുക്ക് വേണ്ടത് വല്യുള്ളി ഒരു ചെറുത് മുഴുവനായും വേണം. പച്ചമുളക് ഒരു 3 എണ്ണം വലുതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല എരിവുണ്ട്. ഒരു പിടി മല്ലിയില, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, മുഴുവനായിട്ടുള്ള കുരുമുളക്. അടുത്തത് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ. ഒരു മുഴുവൻ ചെറുനാരങ്ങ വേണം. ഇനി വേണ്ടത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർക്കാം. വെജിറ്റബിൾസ് അവൈലബിൾ ആയിട്ടുള്ള എന്ത് വേണമെങ്കിലും ചേർക്കാം. അധികം വാട്ടറി അല്ലാത്ത ക്യാരറ്റ്, ക്യാപ്സിക്കം, കക്കിരിക്ക അതുപോലെയുള്ള വെജിറ്റബിൾസും ചേർക്കാം. ഞാൻ ഇവിടെ ക്യാരറ്റും ക്യാപ്സിക്കവും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് എള്ളും കുരുമുളകും ചേർത്ത് വറുത്ത് പൊടിക്കണം. രണ്ടും കൂടെ എള്ള് പൊട്ടി തുടങ്ങുന്നത് വരെ ഇളക്കി വറുത്തെടുക്കണം. ഇതായപ്പോൾ എള്ള് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു ഇളം ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് പൊടിച്ചെടുക്കാം. അതേ പാൻ വീണ്ടും അടുപ്പത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ശരിക്കും ഇതിൻ്റെ റിയൽ കുക്കിങ്ങിന് ഉപയോഗിക്കുന്നത് കടുകെണ്ണയാണ് കേട്ടോ. അത് നമുക്ക് ചിലപ്പോൾ അത് കൂടുതൽ ഹീറ്റാവും നമ്മുടെ കാലാവസ്ഥ അനുസരിച്ച്. ഇപ്പം വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ മതി. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണമൊന്ന് മാറുന്നവരെ വഴറ്റി കൊടുക്കുക. ഇനിയിപ്പം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു അല്പം മഞ്ഞൾപ്പൊടിയാണ് നിറത്തിന് വേണ്ടി. കൂടെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതിൻ്റെ എല്ലാം പച്ചമണം ഒന്ന് മാറുന്ന വരെ, ഒന്ന് മൂക്കുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഏകദേശം പാകമായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ക്യാരറ്റ് മാത്രം ചേർത്ത് കൊടുക്കുകയാണ്. ക്യാപ്സിക്കം എന്തുകൊണ്ടാണ് ചേർക്കാത്തതെന്ന് വെച്ചാൽ അതിൻ്റെ ക്രഞ്ച്, ആ ഒരു പച്ച ആയിരിക്കുന്ന സമയത്തുള്ള ഒരു ക്രഞ്ച് നല്ല ടേസ്റ്റിയാണ്. അതുകൊണ്ട് ഈ ചൂടിൽ നമ്മൾ ചേർക്കുന്നില്ല. പിന്നീട് റോ ആയിട്ട് നമ്മൾ ചേർക്കുക ചെയ്യുക കേട്ടോ. ക്യാരറ്റിന് പിടിക്കാൻ വേണ്ടി കുറച്ചൊരു ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ, ഒരു 1/4 ടീസ്പൂൺ. ഒന്ന് ചെറുതായി വഴറ്റി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേവിച്ച് വെച്ച പട്ടാണിക്കടലയും ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കണം. പട്ടാണിക്കടല ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ.
ഇതൊന്നിനുമല്ല, ആ എണ്ണയൊക്കെ ഒന്ന് കോട്ടാവാൻ വേണ്ടിയിട്ടാണ്. സാധാരണ ഇവർ ഗോർഖാസ് അല്ലെങ്കിൽ നേപ്പാളിലേക്കൊക്കെ ഇതിന് ഉപയോഗിക്കുന്നത് വെള്ള കളറിലുള്ള പട്ടാണിക്കടലയാണ്. നമുക്ക് ഒരു സമയത്തൊക്കെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ കിട്ടിയിരുന്നു, ഇപ്പോൾ കിട്ടാനില്ല. ഞാൻ ഒരുപാട് അന്വേഷിച്ചു. പക്ഷേ പച്ച നിറത്തിലുള്ള കടലയായാലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഓൾറെഡി വെന്തതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഉള്ളി, ക്യാപ്സിക്കം അതുപോലെയുള്ള പച്ചയായിട്ടുള്ള കാര്യങ്ങളും കൂടി ഇതിനകത്തേക്ക് ചേർക്കാനുണ്ട്. അത് ഈ ചൂടുള്ള പാനിലേക്കല്ല, വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയതിന് ശേഷമാണ് ചേർക്കുന്നത്. ഫ്ലെയിം ഓഫാക്കി ചൂടൊന്ന് ചെറുതായി തണുത്തതിന് ശേഷം മാത്രം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇതപ്പം നമുക്ക് ഇളക്കാൻ പാകത്തിന് ഉള്ളൊരു വലിയ പാത്രത്തിലേക്ക് ഞാൻ എല്ലാ കാര്യങ്ങളും മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ആദ്യം ഉള്ളി ചേർക്കാൻ പോവാണ്. ക്യാപ്സിക്കം, മല്ലിയില, ഇനി നമ്മൾ എള്ള് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒരു 4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഇളക്കിയിട്ട് നോക്കിയിട്ട് ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കുക. എല്ലാ പച്ചക്കറിയുടെ ഭാഗങ്ങളിലേക്കും ഈ എള്ളിൻ്റെ അംശം ചേർന്ന് പിടിക്കുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇപ്പം 2 ടീസ്പൂൺ എള്ള് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം മൊത്തത്തിൽ നമ്മളൊരു 6 ടീസ്പൂൺ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഒരു വലിയ കയ്പ്പ് രുചിയൊന്നും ഉണ്ടാവില്ല. ആരോഗ്യത്തിന് നല്ല ഗുണം ചെയ്യുന്നതുമാണ്. പക്ഷെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാത്രം ചേർക്കാം കേട്ടോ. വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു ചട്നി എന്ന് പറയുന്നത്. ചട്നി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള രൂപമല്ല അല്ലേ, പക്ഷെ ഇത് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ ചേരും. ഞാൻ എല്ലാത്തിൻ്റെയും കൂടെ ട്രൈ ചെയ്തിട്ടുണ്ട്. ദോശയുടെ കൂടെയും ട്രൈ ചെയ്തിട്ടുണ്ട്, പുട്ടിൻ്റെ കൂടെയും ട്രൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതപ്പോൾ നമ്മൾ ഒരു ചെറുനാരങ്ങ എടുത്ത് വെച്ചില്ലേ, അത് മുഴുവനായിട്ടും ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കുക. പുളി എല്ലാത്തിലേക്കും ഒന്ന് പിടിക്കട്ടെ. നമ്മുടെ ഡിഷ് റെഡിയാണ് കേട്ടോ. ഒന്ന് പ്ലേറ്റ് ചെയ്യാം ഫോട്ടോയ്ക്ക് വേണ്ടി.